നമസ്കാരം. ഫ്ലവേഴ്സ് യുഎസ്എയുടെ അമേരിക്കൻ ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സിബി ഡേവിഡ്. നമസ്കാരം, ഞാൻ പ്രവീണ മേനൻ. ലോകമെങ്ങും ക്രിസ്മസ് ആഘോഷങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയിലും ഈ ആഴ്ചയിലും ക്രിസ്മസ് പരിപാടികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ പുതുവത്സര കാഴ്ചകളും. ഷിക്കാഗോ മാർത്തോമ ചർച്ചിൽ കരോൾ സർവീസ് ആഘോഷങ്ങൾ. റൈറ്റ് റെവറൻഡ് ഡോക്ടർ ഐസക് മാർ ഫിലിക്സിനോസ് മുഖ്യാതിഥി. ഷിക്കാഗോ മാർത്തോമ ചർച്ച് കരോൾ സർവീസ് നടത്തി. റവറൻഡ് ഡോക്ടർ ഐസക് മാർ ഫീലിക്സിനോസ് മുഖ്യാതിഥി ആയിരുന്നു. മലയാളം, ഇംഗ്ലീഷ് കരോൾ ഗാനങ്ങളും നാടകങ്ങളും മറ്റ് വിവിധ കലാപരിപാടികളും നടത്തപ്പെട്ടു. വികാർ റവറൻഡ് ഏബ്രഹാം സ്കറിയ പരിപാടികൾക്ക് നേതൃത്വം നൽകി. Grace of God come to us to save us, those who are living in sin and darkness. So Christmas is giving us a great hope, and Christmas is, in another way, is a great proclamation of God's liberation. The fourth song, Go Tell It on the Mountain, is about proclaiming the good news of Jesus' birth to give us salvation. This song tells us to look up to the Lord, our Savior, when we need help, and to worship. மகிழ்கிறது போலவும் கொள்ளையை பங்கிட்டுக் கொள்ளுகையில் களி கூறுவது போலவும் உமக்கு முன்பாக மகிழ்வார். I consider it as a privilege to be with you at this Christmas season and to share the joy of Christmas along with the parish members of Chicago. What does Christmas mean? Quite often we ask this question. Every year we celebrate Christmas, and what it means to our life. For all the narratives that we find in the Gospel
speaks about the birth of a child who was born in a manger, and people throughout the past centuries try to understand the divine mystery and what it means to us, each individual. This child brings to renew our life and to live a meaningful life in this world. സകല മനുഷ്യർക്കും ശാന്തിയും സമാധാനവും നൽകുന്നതായ ഒരു ക്രിസ്മസ് കൂടെ സമാഗതമായിരിക്കുന്നു. ക്രിസ്തുനാഥൻ ബേത്ലഹേമിൽ പിറന്ന ആ ഒരു വലിയ സന്തോഷം ലോകമെങ്ങും ആഘോഷപൂർവ്വം കൊണ്ടാടുമ്പോൾ ഈ ശാന്തിയും സമാധാനവും ഏവർക്കും ലഭ്യമാകുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. പയനിയർ ക്ലബ് ഓഫ് നോർത്ത് അമേരിക്കയുടെ വാർഷികാഘോഷങ്ങൾ ന്യൂയോർക്കിൽ. അമേരിക്കയിലെ ആദ്യകാല കുടിയേറ്റക്കാരുടെ സംഘടനയായ പയനിയർ ക്ലബ് ഓഫ് കേരളൈറ്റ്സ് ഈ വർഷവും വാർഷിക ക്രിസ്തുമസ് പുതുവത്സരാഘോഷങ്ങൾ ന്യൂയോർക്കിലുള്ള കൊട്ടീലിയൻ റെസ്റ്റോറന്റിൽ നടത്തപ്പെട്ടു. ഹിസ് ഗ്രേസ് സക്കറിയാസ് മാർ നിക്കോളവസ് മുഖ്യ അതിഥി ആയിരുന്നു. അടുത്ത പള്ളിയില് പെരുന്നാളിന് ധാരാളം കോഴി ലേലത്തിന് വന്നു. ഇത് ചെലവാകാതെ വന്നപ്പോൾ പള്ളി കമ്മിറ്റിക്കാർ വിചാരിച്ചു ഇത് എങ്ങനെയും ഇത് തീർക്കണമല്ലോ, അവരിതിനെ ഞാൻ കൊന്നു തിന്നും. ഇപ്പം നമുക്ക് നാട്ടിലെ രീതി പലർക്കും അറിയാവുന്നുണ്ട്, കോഴിയിറച്ചി തന്നെ തിന്നാൻ അവർക്ക് ബുദ്ധിമുട്ട്. അപ്പം അവരേതാണ്ട് ഇച്ചിരി മദ്യസേവയൊക്കെ നടത്തി. ഇപ്പം കള്ളിന്റെ കണക്ക് പള്ളിക്കണക്കിൽ എഴുതാൻ പറ്റാത്തതുകൊണ്ട് അവരെഴുതി വെച്ചു, ചെലവാകാത്ത കോഴി ചെലവാക്കിയ വകയിൽ ചെലവ്. ഒരു സമൂഹത്തിന്റെ അടിത്തറ എന്ന് പറയുന്ന അതിന്റെ നറേറ്റീവ്സ് പലപ്പോഴും നമ്മൾ മലയാളികൾ നഷ്ടപ്പെടുത്തുന്നതും അതാണ്. ഒരു സമൂഹത്തിന് അതിന്റെ കഥകൾ എന്താണ്? കഥകളെന്ന് പറയുമ്പം കെട്ടുകഥകളോ വെറും തമാശകളോ ഒന്നുമല്ല, ഈ അനുഭവത്തിൽ നിന്ന് ലഭിക്കുന്ന വളരെയധികം മുത്തുകള് അടുത്ത തലമുറയ്ക്ക് കൈമാറുവാനുണ്ട്. പലപ്പോഴും അവിടെ സംഭവിക്കുന്നത് നമ്മളിത് കൈമാറുന്ന ഒരുതരം ശാസനയുടെ രൂപത്തിലും, അല്ലെങ്കിൽ പിള്ളേർ എന്തെങ്കിലും ടോയ്സ് മേടിക്കണമെന്ന് നിനക്കറിയാവോ ഞാൻ എന്തോരം കഷ്ടപ്പെട്ടത് എന്തിനാണ്? എൻ്റെ പിതാവ് പറയായിരുന്നു, ഞാൻ 4 മൈൽ നടന്നാണ് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. ഞാൻ ചോദിക്കായിരുന്നു അന്ന് ബസ്സില്ലാത്തതിന് എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമാണ്. പ്രസിഡന്റ് ജോർജ് എബ്രഹാം സ്വാഗതം ചെയ്യുകയും പ്രൊഫസർ ജോസഫ് ചെറുവേലിൽ പഴയകാല കുടിയേറ്റ ജീവിതവും അവർ നേരിടേണ്ടി വന്ന പ്രതിബന്ധങ്ങളെക്കുറിച്ച് സംസാരിച്ചു. 1954 അമേരിക്കയിലെത്തിയ ശ്രീ വേണു പരമേശ്വരന് ഹിസ് ഗ്രേസ് സക്കറിയാസ് മാർ നിക്കോളവസ് തിരുമേനി പൊന്നാട അണിയിച്ച് ആദരിച്ചു. ഞാൻ ഓർക്കുമായിരുന്നു അമേരിക്ക കണ്ടുപിടിച്ച മലയാളി ആര്? അപ്പോൾ ഇതുവരെ ഞാൻ വിചാരിച്ചിരുന്നത് വെൻ പരമേശ്വരനായിരുന്നു എന്നാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ അവിടുന്ന് വെസ്റ്റ്ചെസ്റ്ററിൽ നിന്ന് പോരുമായിരുന്നു. അപ്പോൾ പുള്ളി ഒരിക്കലും നുണ പറയില്ല. അപ്പോൾ പുള്ളി പറഞ്ഞു, ജോസഫ് ഞാനല്ല. അപ്പം ഞങ്ങൾ 3 പേരും കൂടെ അന്നൊരു സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റിൽ $16 പെർ വീക്ക് റെൻറ്റ് കൊടുത്ത് റെൻറ്റ് ഷെയർ ചെയ്ത് താമസിച്ചിരുന്ന ആയിരുന്നു. അപ്പോൾ കുഞ്ഞുവിന് വന്ന വ്യത്യാസം, അത്രയും വ്യത്യാസം എനിക്ക് കുഞ്ഞുവിനും വന്നിട്ടില്ല. അന്ന് ഞാൻ 1989 അമേരിക്കയിൽ ന്യൂയോർക്കിൽ എത്തിച്ചേരുമ്പോൾ നമ്മൾക്ക് മലയാളി സംഘടനകൾ വളരെ കുറവായിരുന്നു. ഈ മലയാളി സംഘടനകൾ ഞാൻ ആദ്യമായിട്ട് വരുന്നത് ഇന്ത്യൻ കാത്തലിക് അസോസിയേഷൻ്റെ പരിപാടിയിലാണ് ഞാൻ ആദ്യമായിട്ട്. അപ്പം മലയാളികളെ കാണാൻ എനിക്ക് വളരെ ആഗ്രഹമായിരുന്നു. മലയാളികൾ ഒന്നിച്ചു കൂടുന്നിടത്ത് കൂടാനും അവിടെ കാര്യങ്ങളിൽ പങ്കുചേരുവാനൊക്കെ എനിക്ക് ഇഷ്ടമായിരുന്നു. നമുക്കറിയാം, വന്നു കഴിഞ്ഞ് നമ്മുടെ നാട്ടിലുള്ളവർ, നമ്മുടെ കുടുംബത്തിലുള്ളവർ, നമ്മുടെ ഫ്രണ്ട്സ്, അവരെ എങ്ങനെയെങ്കിലും ഇവിടെ കൊണ്ടുവരുവാനും അവരിവിടെ വന്നു കഴിഞ്ഞിട്ട് അവരെ ആ ജീവിത ശൈലിയിലേക്ക് ഇവിടെ വന്ന് ഈ രാജ്യത്ത് വന്ന് കെട്ടിപ്പടുത്തുവാനായിട്ട് നിങ്ങൾ അങ്ങേയറ്റം സഹായിച്ചു. Nair came here in 1950 and I think ഞങ്ങളോടൊക്കെ പറഞ്ഞതനുസരിച്ച് പുള്ളി
ഷിപ്പിൽ കൂടെ വന്നു, എന്നിട്ട് ഷോറിൽ വന്ന് പിന്നെ തിരിച്ചു പോയില്ല എന്നുള്ളതാണ്. പിന്നെ ഇന്നത്തെ ടൈംസിൽ പറഞ്ഞ അൺഡോക്യുമെന്റഡ് ഏലിയനായിട്ടാണ് വന്നത്. ഇനി ഒരു ഇടവേള. ഫ്ലോറിഡയിലെ ഹോളിവുഡ് സെയിന്റ് ഗ്രിഗോറിയസ് മലങ്കര ഓർത്തഡോക്സ് സമൂഹം നടത്തിയ ക്രിസ്തുമസ് ആഘോഷങ്ങളിൽ പ്രത്യേകമായി അവതരിപ്പിച്ച പരിപാടികൾ ശ്രദ്ധേയമായി. മേരി ക്രിസ്മസ്. നമ്മുടെ കേരളത്തിന്റെ ഭൂപ്രകൃതിയുള്ള അമേരിക്കയിലെ സുന്ദരമായ സൗത്ത് ഫ്ലോറിഡ, ആ സൗത്ത് ഫ്ലോറിഡയിലെ സുന്ദരമായ ഞങ്ങളുടെ മയാമിയിൽ സെയിന്റ് ഗ്രിഗോറിയസ് ഓർത്തഡോക്സ് ചർച്ച് ഓഫ് സൗത്ത് ഫ്ലോറിഡ അവരൊരു നേറ്റിവിറ്റി പ്രോഗ്രാം ഒരുക്കിയിട്ടുണ്ട്. 100ഓളം കലാകാരന്മാരുള്ള ഈ നേറ്റിവിറ്റി പ്രോഗ്രാമിന് ഫീസ്റ്റ് ഓഫ് ലവ് എന്നാണ് അവർ പേരിട്ടിരിക്കുന്നത്. അതിൻ്റെ അണിയറ പ്രവർത്തകരോട് അതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ചോദിക്കാം. കഴിഞ്ഞ 6 മാസമായി ഞങ്ങളുടെ ഓൾ ദി ആർട്ടിസ്റ്റ് ഞങ്ങൾ ഇതിനുവേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ കിഡ്സിന് സമ്മർ വെക്കേഷൻ തുടങ്ങിയ സമയത്ത് തന്നെ ഞങ്ങൾ ഈ പ്രോഗ്രാമിൻ്റെ പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്തു. വളരെ ഹാർഡാണ് ഈ 100 ആർട്ടിസ്റ്റുകളെ ഒന്നിച്ച് കൊണ്ടുപോകുക എന്നുള്ളത്. പക്ഷേ എന്നിരുന്നാലും എല്ലാം ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഞങ്ങളുടെ കൊയർ ഗ്രൂപ്പ്, ഞങ്ങളുടെ എല്ലാ ആർട്ടിസ്റ്റുകളും അതുപോലെ തന്നെ ഇതുപോലെ ശരിയായിട്ട് പെർഫോം ചെയ്യുവാനായിട്ട് ഇങ്ങനൊരു സ്റ്റേജിൽ വന്ന അവസാനം ഞങ്ങൾക്ക് വളരെ ഹാർഡ് വർക്ക് ഇതിനു വേണ്ടി ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ കൂടെ സെയിന്റ് ഗ്രിഗോറിയസ് ഓർത്തഡോക്സ് ചർച്ചിൻ്റെ വികാർ റെവറൻഡ് ഫാദർ ജോർജ് ജോൺ കൂടെയുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനോട് നമുക്ക് ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം. ക്രിസ്മസ് എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ പെരുന്നാളാണ്. ഈ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ പെരുന്നാളായ ക്രിസ്മസ് ഫീസ്റ്റ് ഓഫ് ലവ് എന്ന പേരിൽ ഞങ്ങൾ സൗത്ത് ഫ്ലോറിഡയിലെ പബ്ലിക്കിന് വേണ്ടി സെയിന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് പള്ളിയിലെ ഇടവകയിലെ ആളുകളെല്ലാവരും അവതരിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം. കർത്താവ് നിന്നോട് കൂടെയുണ്ട്. സീസർ കൽപ്പിക്കുന്നു, റോമാ സാമ്രാജ്യത്തിലെങ്ങുമുള്ള നമ്മുടെ പ്രജകൾ എല്ലാവരും പേർവഴി ചാർത്തുവാൻ അവനവന്റെ പട്ടണങ്ങളിൽ നിശ്ചിത സ്ഥലങ്ങളിൽ പോയി പേര് കൊടുക്കുവാൻ നാം കൽപ്പിക്കുന്നു. ഇപ്പോൾ നമ്മുടെ കൂടെ ഫീസ്റ്റ് ഓഫ് ലവിൻ്റെ ഫിനാൻഷ്യൽ കൺവീനർ സാമുവൽ തോമസ് ഉണ്ട്. സൗത്ത് ഫ്ലോറിഡയിലെ തന്നെ ആദ്യത്തെ പുതുമ നിറഞ്ഞ ഒരു പരിപാടിയായിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. കാരണം ഈ പള്ളിയിലെ മുഴുവൻ അംഗങ്ങളും ഇതിലെ അഭിനേതാക്കളോ അഭിനേത്രികളോ ആയിട്ടാണ് ഇതിൽ പങ്കെടുക്കുന്നത്. കാരണം ഇതിലെല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ഷോ നടത്തുക എന്നുള്ളത് എല്ലാവരുടെയും ആഗ്രഹമായിരുന്നതുകൊണ്ട് അപ്രകാരം ഒരു പരിപാടിയിലേക്ക് നീങ്ങുകയാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. ഭയപ്പെടേണ്ട, സർവജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. ലോകത്തിൽ ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സ്നേഹമന്ത്രം പൊഴിച്ചുകൊണ്ട് കടന്നുവന്ന ക്രിസ്തുമസിനെ ഹോളിവുഡ് സെയിന്റ് ഗ്രിഗോറിയോസ് മലങ്കര ഓർത്തഡോക്സ് ദേവാലയ സമൂഹം ഒരുമിച്ച് ചേർന്ന് ആവിഷ്കാരത്തിൻ്റെ സാങ്കേതിക വിദ്യയിൽ കൂപ്പർ സിറ്റി ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ രംഗാവിഷ്കാരം നടത്തിയത് സൗത്ത് ഫ്ലോറിഡ മലയാളി സമൂഹത്തിന് ഒരു പുത്തൻ അനുഭവമായി. ദൂതന്റെ അറിയിപ്പ് ലഭിച്ച ഇടയന്മാർക്ക് ആ ദിവ്യ ശിശുവിനെ കണ്ട് സായുജ്യം അടയുന്നതിനുള്ള ഭാഗ്യം ലഭിച്ചു. എക്യുമെനിക്കൽ ഫെലോഷിപ്പ് ഓഫ് ഇന്ത്യൻ ക്രിസ്ത്യൻ ഇൻ ഫിലാഡൽഫിയയുടെ 30ാമത് ക്രിസ്മസ് ആഘോഷങ്ങൾ.
എക്യുമെനിക്കൽ ഫെലോഷിപ്പ് ഓഫ് ഇന്ത്യൻ ക്രിസ്ത്യൻ ഇൻ ഫിലഡൽഫിയയുടെ 30ാമത് ക്രിസ്മസ് ആഘോഷം ഫിലഡൽഫിയ ജോർജ് വാഷിംഗ്ടൺ ഹൈസ്കൂളിൽ വെച്ച് പൂർവാധികം ഭംഗിയായി നടത്തപ്പെട്ടു. ഹിസ് ഗ്രേസ് സക്കറിയ മാർ നിക്കോളവോസ്, സ്റ്റേറ്റ് സെനറ്റർ ജോൺ പി സബറ്റീന ജൂനിയർ തുടങ്ങിയവർ മുഖ്യ അതിഥികൾ ആയിരുന്നു. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇപ്രാവശ്യവും പ്രോഗ്രാം ചാർട്ടിൽ വരുത്തിയ നൂതനമായ മാറ്റം കൃത്യസമയത്ത് തുടങ്ങി അവസാനിപ്പിക്കാൻ വളരെ സഹായിക്കുകയും അത് പങ്കെടുത്തവരുടെയും ആസ്വാദകരുടെയും മുക്തകണ്ഠമായ പ്രശംസയ്ക്ക് പാത്രമാവുകയും ചെയ്തതായി പ്രോഗ്രാം കോർഡിനേറ്റർ ബിനു ജോസഫ് പറഞ്ഞു. തോമസ് എബ്രഹാമിന്റെ നേതൃത്വത്തിൽ മനോഹരമായ ഗാനങ്ങൾ ആലപിച്ച എക്യുമെനിക്കൽ കൊയർ പ്രത്യേക ശ്രദ്ധ നേടി. On what to share with you this evening, I came across a poem. I thought I should share with you. I don't know too much about this author. I don't know when this was written. It was written by Wilbur Rees. And it's a small poem which reads like this. I would like to buy $3 worth of God. Please, not enough to explode my soul or disturb my sleep, but just enough to equal a cup of warm milk or a snooze in the sunshine. Don't want enough of God to make me love a black man. You can adjust it to whoever you hate. Or be peace with a migrant. I want ecstasy, not transformation. I want warmth of a womb, not a new birth. I want a pound of eternal in a paper sack. I would like to buy $3 worth of God, please. When I read this, I felt that many times I feel like this when
attend many of our Christmas celebrations. I remember this one I have shared with you earlier. I always look at the manger we have arranged here in the nativity scene. We always have a plastic Jesus there. And I always say most probably it will be Jesus made in China. Because one of the reasons we are comfortable with a plastic Jesus, that Jesus is lifeless. That Jesus wouldn't grow. And he wouldn't transform us or challenge us. But as we celebrate the great feast of Nativity, the church calendar agrees to celebrate the Nativity not because Jesus will remain as infant Jesus. കുഞ്ഞുങ്ങളെ എൻ്റെ അടുക്കിലേക്ക് വരുവാൻ വിടുവീൻ, അങ്ങനെയുള്ളവരുടേതല്ലോ ദൈവരാജ്യം. കുഞ്ഞിളം കൈകൾ കൂപ്പി എന്ന ഗാനം ആലപിക്കുകയാണ് അടുത്തതായി സെയിൻറ് ജോൺസ് ഇന്ത്യൻ ഓർത്തഡോക്സ് ചർച്ച്, റെക്സൽക്കി. ഇനി ഒരു ഇടവേള. അടുത്തതായി മെൽറ്റിംഗ് പോട്ട് എന്ന സെഗ്മെന്റിലേക്ക്. 2017 വരവേൽക്കാൻ ഫിലാഡൽഫിയ നഗരം ഒരുങ്ങിക്കഴിഞ്ഞു. പുതുവത്സര ദൃശ്യ വിസ്മയങ്ങളുമായി ജിനോ ജോസഫ്. എല്ലാവർക്കും മെൽറ്റിംഗ് പോട്ട് എന്ന സെഗ്മെന്റിലേക്ക് സ്വാഗതം. ഞാനും നിൽക്കുന്നത് അമേരിക്കയുടെ ഫസ്റ്റ് ക്യാപിറ്റലായ ഫിലാഡൽഫിയയിലാണ്. പുതിയ വർഷം, പുതിയ തുടക്കം. പുതിയ പ്രദേശങ്ങളുമായി 2017 വരവേൽക്കുവാൻ ഫിലാഡൽഫിയ ഒരുങ്ങിക്കഴിഞ്ഞു. ഫിലാഡൽഫിയ എന്ന ഈ മഹാനഗരം അമേരിക്കയുടെ ഉയർച്ചയ്ക്കും വികസനത്തിനും വേണ്ടി വഹിച്ച പങ്ക് ഒത്തിരി വലുതാണ്. ആഘോഷങ്ങളുടെ നാടായ ഈ മനോഹര നഗരം ഇതാ മറ്റൊരു ന്യൂ ഇയർ ആഘോഷിക്കാൻ തയ്യാറായി കഴിഞ്ഞു. എല്ലാ വർഷവും ന്യൂ ഇയേഴ്സ് ഈവിന് ഫിലാഡൽഫിയ പെൻസ്ലാൻഡിങ്ങിൽ വെച്ച് അതിമനോഹരമായ ഫയർവർക്സ് നടത്താറുണ്ട്. ഈ വർഷവും അതുപോലെ തന്നെ നടത്തി. നമുക്കതൊന്ന് കണ്ടു നോക്കാം. ന്യൂ ഇയേഴ്സ് ഈവിൽ ഫിലാഡൽഫിയയിലെ ഏറ്റവും വലിയ കാഴ്ച എന്ന് പറയുന്നത് പെൻസ്ലാൻഡിങ്ങിൽ എല്ലാ വർഷവും നടത്തുന്ന ഫയർവർക്സ് ആണ്. ഈ മനോഹരമായ ദൃശ്യം കാണുവാൻ ആയിരക്കണക്കിന് ആളുകളാണ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും വരുന്നത്. കോംകാസ്റ്റ് ഹോളിഡേ സ്പെക്ടാക്കുലർ ലോകത്തിലെ ഏറ്റവും വലിയ LED ഡിസ്പ്ലേ ആണ് കോംകാസ്റ്റ് ഹോളിഡേ സ്പെക്ടാക്കുലർ. കോംകാസ്റ്റ് ബിൽഡിങ്ങിനുള്ളിൽ ആയിരക്കണക്കിന് ആൾക്കാരാണ് ഇത് കാണുവാൻ വേണ്ടി ന്യൂ ഇയേഴ്സ് ഈവിന് വരുന്നത്. ഫിലാഡൽഫിയ കാഴ്ചകളിൽ ഒരിക്കലും മാറ്റിവെക്കാൻ പറ്റാത്ത ഒന്നാണ് കോംകാസ്റ്റ് ഹോളിഡേ സ്പെക്ടാക്കുലർ വീഡിയോ വാൾ. ഹോളിഡേ സീസണായി ബന്ധപ്പെട്ട് കോംകാസ്റ്റ് സെൻറ്റർ മൊത്തം ഹോളിഡേ സ്പിരിറ്റിൽ റെഡിയായിരിക്കുന്ന കാഴ്ചയാണിത്. 83 അടി വീതിയും 25 അടി നീളവുമുള്ള ഈ വീഡിയോ ലോകത്തിലെ വെച്ച് ഏറ്റവും വലിയ ഹൈ റെസൊല്യൂഷൻ LED ഡിസ്പ്ലേയിൽ ഒന്നാണ്. മുതൽ ഫിലാഡൽഫിയയിൽ ഒരു ട്രഡീഷനായി മാറിക്കൊണ്ടിരിക്കുകയാണ് മേസി സെൻറ്ററിലെ ന്യൂ ഇയർ ലൈറ്റ് ഷോ. നമുക്കതൊന്ന് കണ്ടു നോക്കാം.
മേഴ്സി സെൻട്രലിലെ ഈ മനോഹരമായ ലൈറ്റ് ഷോ സാധ്യമാക്കുവാൻ വേണ്ടി 1,00,000 LED ലൈറ്റ്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. എല്ലാ വർഷവും ന്യൂ ഇയേഴ്സ് ഈവിന് ഫിലാഡൽഫിയ കൺസേർട്ട് നടത്തി വരുന്നു. ഈ വർഷവും അതിഭംഗിയായി കൺസേർട്ട് നടന്നു. ഫിലാഡൽഫിയ ഓർക്കസ്ട്ര ലോകത്തിൽ വെച്ച് ഏറ്റവും പ്രശസ്തമായ ഒരു ഓർക്കസ്ട്രകളിൽ ഒന്നാണ്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, പ്രേക്ഷകരുടെ ഹൃദയങ്ങളും സങ്കല്പങ്ങളും പിടിച്ചെടുക്കാനുള്ള അതിൻ്റെ വേറിട്ട കഴിവ് തന്നെയാണ്. ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരെ സംഗീതത്തിൻ്റെ ലഹരിയിൽ ആറാട്ടാൻ എന്നും ഫിലാഡൽഫിയ ഓർക്കസ്ട്ര മുൻപന്തിയിൽ തന്നെയുണ്ട്. മെൽറ്റിംഗ് പോട്ടിൻ്റെ ഈ സെഗ്മെന്റ് ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും അടുത്ത സെഗ്മെന്റിൽ കാണാം. ഹാപ്പി ന്യൂ ഇയർ. 2017 പുതിയ വിശേഷങ്ങളുമായി അമേരിക്കൻ ഡ്രീംസ് അടുത്ത ആഴ്ച. ഫ്ലവേഴ്സ് USA എല്ലാ പ്രേക്ഷകർക്കും പുതുവത്സരാശംസകൾ.